എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ നേരത്തെ ചോദിച്ചില്ലേ, അതിന് മറുപടി ഞാൻ പറഞ്ഞു. ഒരു ദിവസം എൻ്റെ മൂത്ത മോളിനോട് ഇപ്പാന്ന് വിളിച്ചാൽ മതി. ഇപ്പാന്ന് വിളിച്ചിട്ട് എനിക്ക് ഇന്ന സാധനം വേണം, ഒരു വട്ടം പറഞ്ഞു, ഒറ്റ വട്ടം പറഞ്ഞു, ഞാൻ വാങ്ങി കൊടുക്കും. എൻ്റെ മൂത്ത മോള് സ്കൂൾക്ക് പോകണില്ല, മദ്രസക്ക് പോകണില്ല, പഠിക്കൂല. ഇപ്പാന്ന് ഈ വീഡിയോ കണ്ട് ഇയാൾ പറയുന്നുണ്ട് ഭയങ്കര ബേജാറായി. ഇയാൾ മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ട്, ഈ വീട്ടിൽ ഇങ്ങനെ ഉണ്ട് എന്നറിയില്ല. ഭയങ്കര ബേജാറായി പോയി. കാരണം വെച്ചാല് ഇയാൾ എല്ലാവരും ചിരിപ്പിക്കുന്ന ഒരാളാണ്. അപ്പൊ ഇങ്ങനെ ഉണ്ട് എന്നറിയും ഭയങ്കര ബേജാറായി. ഇപ്പൊ അയാൾക്ക് അപ്പൊ ആ മോൾക്ക് ഉപ്പാന്ന് വിളിക്കാനുള്ള സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. മൂത്ത മോള് സ്കൂൾക്ക് പോകണില്ല, മദ്രസക്ക് പോകണില്ല, പഠിക്കൂല. ഇപ്പാന്ന് ഇന്നേവരെ എന്നെ വിളിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണൽ ആവും. സത്യം പറയാം. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡിസബിലിറ്റി കുട്ടിയാ മൂത്ത മോള്. അപ്പോൾ ഇന്നേവരെ എന്നെ എനിക്ക് ഇന്നത് വേണം അങ്ങനെ ഒരു സംഭവം എന്നോട് പറഞ്ഞില്ല. അതുകൊണ്ടാവാം ചിലപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ എത്തിയിട്ടുണ്ടാവുക. ഇന്റർവ്യൂവിൽ പറയാൻ പറ്റുമോ എന്ന് അറിയാൻ എനിക്കറിയില്ല. ഏറ്റവും കടപ്പെടുന്ന ഒരാളാണ്. കാരണം നമുക്കൊക്കെ വരുന്നൊരു ടൈമിന് നോക്കിയാൽ മതി. ഇവർ ഫുൾ ടൈമല്ലേ. ഓലൊക്കെ നമ്മൾ എങ്ങനെ നോക്കണം? അത്രയും ഫുൾ ടൈം. അതായത് കുട്ടിക്ക് ഓർക്കൊന്ന് ഒരു ഭക്ഷണമാണെന്ന് പറയാൻ കഴിയില്ല, എനിക്ക് ബാത്റൂം പോകണമെന്ന് അറിയില്ല, എനിക്ക് വെള്ളം ഒരു ദാഹമുള്ള നേരത്ത് വെള്ളമാണെന്ന് വരെ പറയാൻ അറിയാത്തൊരു കുട്ടി ഫുൾ ടൈം കെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളെ വൈഫിനൊക്കെ എന്താ ചെയ്യേണ്ടത്? അത്രയും പുണ്യം ചെയ്യണം. നമ്മളൊക്കെ ഒരു കല്യാണത്തിന് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷന്, എന്തെങ്കിലും ഒരു പരിപാടിക്ക്, എന്തെങ്കിലും ഓൾക്ക് ഹാപ്പി ആയിട്ട് പോകാൻ പറ്റൂല. ഈ ഒരു മോളുണ്ടാവുമ്പോൾ ഓൾക്ക് എന്തെല്ലാം ആഗ്രഹം ഉണ്ടാവും. നമ്മളോട് പറയാനിട്ടാ പോവാൻ പറ്റാനിട്ടാ. ഓൾക്ക് അറിയാം ഇത് ഇത്രേ പോകാൻ ലിമിറ്റ് ഉള്ളൂ നമുക്ക് എന്നുള്ളത്. ഓൾക്ക് അങ്ങനെ അപ്പുറത്തേക്ക് പോകാൻ കുതിക്കണം എന്നുണ്ട്. പക്ഷെ ഓൾക്ക് ആ ഒരു ലിമിറ്റ് വെച്ചിക്കണം. ഓൾക്ക് അറിയാം. അപ്പൊ ആ ലിമിറ്റിൽ ഒതുങ്ങും നമ്മൾ. നിന്റെ കാര്യത്തിലായാലും ഓള കാര്യത്തിലായാലും.